ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സൂംബയായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ വെച്ച് ഞാനൊന്ന് റിയാക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കൈമേൽ കിട്ടിയൊരു വീഡിയോ, എന്താണ് പേര് നോക്കട്ടെ, ഹിലാൽ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ചാനലിൽ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ നമ്മളവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂംബ ഡാൻസ് എന്താണ് പ്രശ്നം, സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസ് 18 അടക്കം ഉണ്ടായിരുന്ന ചർച്ചകളിൽ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ എടുക്കാൻ വിചാരിക്കുന്നത്. അതായത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സൂംബ ഡാൻസിന്റെ പ്രശ്നം, എന്താണ് ഇതുവരെ വ്യാപകമായ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂമോണിയ എന്നുള്ളത് അസുഖമാണ്. അപ്പൊ ന്യൂമോണിയയെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ന്യൂമോണിയ ഈസ് എൻ എയർവേ ഡിസീസ്, അത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ അതോടെ പൂർണ്ണമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ന്യൂമോണിയക്ക് അതിന്റെ എറ്റിയോളജി, അതിന്റെ പാത്തോജനിസിസ്, അല്ലെ അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതെങ്ങനെ വരുന്നു, എന്താണ് പ്രശ്നം, അത് എവിടേക്കാണ് കൊണ്ടുചെന്നെത്തുക എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അതേപോലെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വരുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂംബ ഡാൻസ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇവൻ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത് ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു രോഗം, അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ പാകമായ ഒരു വ്യായാമ മുറയായ സൂംബയെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ആ കമ്പാരിസൺ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് നമുക്കറിയാം. ഏറ്റവും ഉളുപ്പില്ലാണ്ട് ബാക്കി കേൾക്കാം. മെഡിക്കൽ വിദ്യാർത്ഥിയാണേ, അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഇവൻ്റെ പേര് ഹിലാൽ എന്നാണ്. ഇവനൊക്കെ ഡോക്ടറായി കഴിഞ്ഞുള്ള അവസ്ഥ എൻ്റെ പൊന്നോ. ബാക്കി നമുക്ക് കേൾക്കാം. അപ്പൊ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കാര്യം, അത് ഉണ്ടാക്കുന്ന പ്രശ്നം, അതിനിപ്പോ നമ്മൾ സാധാരണ ഏറ്റവും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചെന്നു. കാരണം സ്കൂളുകൾ എന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് തുള്ളിയാൽ ഇവനെന്തോ അങ്ങ് കഴമൂക്കും. അപ്പോൾ എല്ലാവരും ഇവനെ പോലെ കഴപ്പുമുത്ത് നിൽക്കുന്നവരാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് സ്ത്രീകളെന്ന് പറയുമ്പോൾ, അല്ലെ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ സഹജീവി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവരതല്ല, ഉപഭോഗ വസ്തുവാണ്, പണ്ണാനുള്ളതാണ് എന്നുള്ള ഒരു ചിന്ത. ഞാൻ പറഞ്ഞല്ലേ, ചിന്ത സാമാനം കൊണ്ടാണ് ചിന്തിക്കുന്നത്, തലച്ചോറ് കൊണ്ടല്ല. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോവാം. ബേസിക് യൂണിറ്റുകളാണ്. ആ ബേസിക് പൊതു സ്കൂളുകളിലേക്ക്, ആ ബേസിക് യൂണിറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക്, ആ രീതിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ സൂംബ ഡാൻസ് സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നാൽ അടുത്ത DJ പാർട്ടിയിലേക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നത് DJ പാർട്ടിയാണ് സൂംബയേക്കാൾ മുന്നേ ഇവിടെ വന്നിട്ടുള്ളത്. അത് ഇവന്മാരുടെ പ്രോഗ്രാംസിലൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ DJ പാർട്ടിയെ എന്തിനാണ് നെഗറ്റീവാക്കി കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. മദ്യവും മയക്കുമരുന്നും കൊടുക്കുന്ന DJ പാർട്ടികളിലോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ പാർട്ടികൾ ഞാൻ അതിൽ പോയിട്ടുമില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ DJ മാത്രം ആസ്വദിക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അഭിമാനം കൊള്ളുന്നു. അപ്പോൾ DJ എവിടെ കിടക്കുന്നു, എന്താ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആളാണ് DJ. മനസ്സിലാക്കണം, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ വായിന്ന് വരുന്ന വാക്കുകളാണിത്. അപ്പോൾ ഇവന്മാർ മെഡിക്കൽ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നുമുണ്ട്, നേരെ മറിച്ച് പൊട്ടനാവുന്നുമുണ്ട്. അപ്പോൾ ഇവനൊക്കെ ഈ ബുദ്ധി വെച്ച് അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ DJ പാർട്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ള സാധനമാണ്. ഇപ്പോൾ നമ്മളെ എന്താ പറയുക, ഓഫീസുകളിലും ഒക്കെ ചെയ്യാറുണ്ട്, കോളേജുകളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വലിയൊരു കുറ്റമൊന്നുമല്ല. ഇവർക്ക് പിന്നെ കാണുന്ന തൊട്ടേന്ന് പറഞ്ഞാൽ എല്ലാം കുറ്റം തന്നെയാണ്. തുപ്പിയാ കുറ്റാന്ന്, തുപ്പിയാ കുറ്റല്ല അത് അത് ഹലാല്, ബാക്കി എല്ലാം ഹറാമ്. അപ്പോൾ ഓക്കെ, അടുത്തിൽ പോവാം. അതിന് അതിന്റേതായിട്ടുള്ള കൾച്ചറൽ എലിമെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു സമുദായത്തിന് അതിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കൾച്ചറൽ എലിമെന്റ് ഉണ്ടാവും. സംശയം, താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്നല്ലേ പറഞ്ഞത്? അത് അലോപ്പതിയാണോ? എനിക്ക് ഹിലാലിന് ഒരു പരിചയമില്ല, ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചു എന്നതിനപ്പുറത്ത്. പക്ഷെ ഹിലാൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, താങ്കൾ ഈ നമ്മുടെ സാംസ്കാരികത്തെ നിങ്ങളാ ചർച്ചയിലേക്ക് വിളിച്ചതിന് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്ക് ഉളുപ്പില്ലേ ചാനലുകാർക്ക്? ഈ ചാനലുകാർക്ക് ഉളുപ്പില്ലേ ഇങ്ങനത്തെ മരവാണങ്ങളെ പിടിച്ച് ചർച്ച നടത്തേ?
ബാക്കി പറ. സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ താങ്കൾ പഠിക്കുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്നത് അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊന്നും ഉണ്ടായൊരു സംഭവമേ അല്ല. താങ്കൾ ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയല്ലേ താങ്കൾ പിന്തുടരുന്നത്? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ അധാർമികത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ചോദ്യം വളരെ ക്ലിയർ ആണ്. ഞാൻ ചോദ്യം വളരെ ക്ലിയർ ആണ്. അത് അണ്ണാക്കിലിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ കുടുങ്ങിയ വാക്കുകൾ ഞാൻ പുറത്തേക്ക് എടുക്കട്ടെ. എടുക്കൂ. പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. മോഡേൺ മെഡിസിൻ ആണ്. മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മറ്റു പല രാജ്യങ്ങളും മറ്റു പല സംസ്കാരം ശരിയാണ്. മോഡേൺ മെഡിസിൻ എന്നുള്ളത് അതിൽ പല സംസ്കാരങ്ങൾക്ക്, ഈവൻ അറബ് സംസ്കാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അണബ് സംസ്കാരം ഇത് കേരളം അണബല്ല, കേരളം അണബിലിടാൻ കൊണയൊന്നുമില്ല. അണബ് കണക്കണം. ഇത് അറബാണിപ്പോടാ. അണബ് കൊണക്കാണ് അതിന്. അറബ് ഇവിടെ അറബി പഠിപ്പിക്കുന്നത്. അണബ് കൊണക്കാരും വരും. ബാക്കി കൊണ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ഈ മെഡിസിന്റെ പിന്നെ ആദിമ മെഡിസിന്റെ അല്ല, ഇവിടെയുള്ള മെഡിസിന്റെ പിതാവ് ആര് ആണ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുണ്ട്. പറഞ്ഞാൽ അതിൽ എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങനെയുള്ള അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഉപയോഗിക്കുന്നത് ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി മുക്തമാക്കാൻ സൂംബ ഡാൻസ് എന്തുകൊണ്ടാണ് പറ്റുക? സൂംബ ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് ലഹരിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 4 മണിക്കോ അല്ലെങ്കിൽ 3:45 3:30 സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് ആ ഒരു സമയത്ത് ഏർപ്പെടാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ കുട്ടികളെ കായിക വിനോദമായിട്ട് എൻഗേജിങ് ആക്കുന്ന സമയത്ത് അവർക്ക് അതിനോടൊരു അഡിക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദ്യം കഴിക്കുന്ന ഒരാളുടെ മുന്നിൽ ഡെയിലി മദ്യം വെക്കുമ്പോൾ അതിനോടൊരു അഡിക്ഷൻ വരും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കായിക വിനോദത്തിലേക്ക് ഏർപ്പെട്ട് അവരെ അതിലേക്കൊന്ന് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വിനോദങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ ഹെൽത്ത് ശ്രദ്ധിച്ച് തുടങ്ങിയാൽ, കാരണം ചെറിയ കുട്ടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എല്ലാത്തിനോടും പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനോടൊന്ന് ചായ്വ് കൊടുക്കുന്ന ഒരു സമയമാണത്, ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമ മുറകൾ അവരെ പഠിപ്പിച്ച് കഴിയുമ്പോൾ മദ്യവും മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനങ്ങൾ അവർ വർജിക്കാൻ തുടങ്ങും. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ഹെൽത്തിനെയാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഹെൽത്തിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോഴുണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് നമ്മളിപ്പോൾ നാടുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ സ്കൂളുകളിൽ എല്ലാവരും അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശരീരത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള പോസിറ്റീവ് സാധനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ ഈ സൂംബയെ വെറും അല്പവസ്ത്ര ധരിച്ച് കളിക്കേണ്ട ഒരു പരിപാടിയാണ് എന്നും പറഞ്ഞിട്ട് ചുമ്മാ നെഗറ്റീവ് അടിച്ചു വിടുക. ഒരു കാര്യമില്ല. ഇവിടെ സൂംബ നടക്കുക ചെയ്യും. അതായത് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട് എന്നതിന് എന്താണ് പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. അതായത് വിവിധ സംസ്കാരങ്ങളിലെ അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങളിലുണ്ട്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. വല്ല മരുന്നിൻ്റെ കുപ്പിയായിട്ട് എടുത്തു കൊടുത്തിയായിരിക്കും. വേറെ എന്താ ഇങ്ങനെ ബുദ്ധിയില്ലേ? ഇല്ല. അപ്പം അങ്ങനെ ഞാൻ എല്ലാവരും അടച്ച് ആക്ഷേപിക്കുന്നില്ല. നമുക്ക് ആ അബ്ദുൽ കലാം സാറൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അവരുടെ ഒന്നും ജാതി മതം നമ്മൾ നോക്കിയിട്ടില്ല. അവരോടൊക്കെ എന്താ പറയുക, അവരൊക്കെ ലെജൻസാണ്. ഇത്തരത്തിലുള്ള കുണച്ച വർത്തമാനങ്ങൾ അവർ പറഞ്ഞിട്ടില്ല. അവരൊക്കെ നമ്മൾ മനുഷ്യരായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ മതം നിന്ന് ജീവിക്കാതെ സമൂഹത്തിനോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പിന്നെ കുട്ടികൾക്ക് എന്തൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചപ്പോൾ ലഹരി, ഈ കള്ളും കഞ്ചാവും ഇത് മാത്രമല്ല ലഹരി. മതം എന്ന് പറയുന്നൊരു ലഹരിയാണ്. ഇപ്പം എന്നെ കുറേ ആൾ സംഖ്യയാക്കാൻ വരും. ഹിന്ദു മതവും എല്ലാ മതവും, ഞാൻ ഒരു മതത്തെ പറ്റി മാത്രമല്ല, എല്ലാ മതവും ലഹരിയാണ്. മദ്യത്തേക്കാൾ മയക്കുമരുന്നിനേക്കാൾ ഏറ്റവും വലിയ ലഹരിയാണ് മതം എന്ന് പറയുന്നത്. എന്നും വെച്ച് മയക്കുമരുന്നിനെയും ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. രണ്ടും രണ്ട് വശങ്ങളുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സൂംബ ഡാൻസിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവന്മാർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കേണ്ട സാധനം കുണ്ണ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. കാരണം അല്പവസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അലറുന്നുണ്ട്. എടോ, ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളത് സാംബ ഡാൻസാണ് കണ്ടിട്ടുണ്ടാവുക. ബ്രസീലിയൻ നൃത്തവുമായിട്ടുള്ള സാംബ ഡാൻസ്. പിന്നെ ഈ പറയുന്ന പോലെ പുറം രാജ്യങ്ങളിലുള്ള എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇവിടെ നിങ്ങൾ അറബി പഠിപ്പിക്കണ്ടല്ലോ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പുറം രാജ്യത്തുള്ളതല്ലേ, കേരളത്തിലുള്ളല്ലോ. അതിൻ്റെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണോ? അപ്പോൾ അതിനൊന്നും നമ്മൾ ആരും എതിർത്തിട്ടോ ഒന്നുമില്ല. കാരണം അത് ഭാഷാ പഠനം നല്ലതാണ്, വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അറബിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയൊരു വേണ്ടുന്ന പരിപാടിയാണത്. അതുപോലെ തന്നെ ഈ സൂംബ പഠിച്ച് അതിലൂടെ ട്രെയിനറായി പുറം രാജ്യങ്ങളിലേക്ക് പോകാം. അതിനുള്ളൊരു വലിയൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാവരും പോകണമെന്നൊന്നുമില്ല. പക്ഷേ അത്
നാടുകളിൽ തന്നെ പഠിപ്പിക്കുന്നവരുണ്ടാവാം. പിന്നെ സൂംബ മറ്റുള്ള എന്താ പറയുക സ്കൂളുകളിലൊക്കെ ഇനിയിപ്പോൾ ഒരു മത്സര ഇനമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മികവുള്ളവരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കാനും അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യിക്കാനും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾ തന്നെ മതിയാവും. അതിന് വലിയൊരു അധ്യാപകൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയും എന്താ പറയുക പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. പിന്നെ പഠിച്ച് 8 മണിക്കൂർ 12 മണിക്കൂറാണ് ഒരു കുട്ടി സ്കൂളിൽ ചിലവഴിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ മാത്രമല്ല ട്യൂഷനും പരിപാടിയായിട്ട് അത് വേറെയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ 10-18 മണിക്കൂറോളം ഈ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെ കാര്യമല്ല, മിക്കവരും ഇങ്ങനെ ഈ പുസ്തക പുഴുക്കളായിട്ട് മാറുന്നുണ്ട്. അതുമാത്രം പോരാ, സമൂഹമായിട്ട് ഇടപെടണം, അതുപോലെ വ്യായാമങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ പഠിപ്പിനൊരു സമയമുണ്ടോ, വെറുതെ അങ്ങ് 18 മണിക്കൂർ അല്ല 16 മണിക്കൂറോളം പഠിച്ചിട്ട് കുട്ടികളുടെ മാനസിക നില തന്നെ തെറ്റിപ്പോവും. കാരണം പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാനസിക ഉല്ലാസവും ഉന്മേഷവും നൽകുന്ന ഒരു പരിപാടിയാണ് സൂംബ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പഠിക്കും. അല്ലാണ്ട് വെറുതെ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അത് അങ്ങനെയാണ്, അത് മറ്റേതിങ്ങനെയാണ്, അല്പവസ്ത്രമാണ് എന്നൊന്നും പറഞ്ഞിരിക്കല്ലേ. അതൊക്കെ മണ്ടത്തരങ്ങളാണ്. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുക, അതിനെയൊക്കെ അത്തരത്തിൽ കൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക്. അല്ലാതെ ഞാൻ എന്തായി പറയാം, മാന്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതിലും മാന്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ വൾഗറായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.